ഇപ്പോൾ കാണിക്കുന്നത് നമ്മുടെ സ്പൈഡർമാനെയാണ്. പുള്ളി ഇപ്പോൾ രാത്രിയിൽ സിറ്റിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്ന് നോക്കി മടുത്ത് ക്ഷീണിച്ച് റെസ്റ്റ് എടുക്കുവാനായി നിക് ഫ്യൂരിയുടെ ഷീൽഡ് എന്ന ഏജൻസിയുടെ ആ വലിയ ഷിപ്പിലേക്ക് ചെല്ലുകയാണ്. ഇപ്പോൾ സ്പൈഡർമാൻ റെസ്റ്റ് എടുക്കുവാനായി ഷീൽഡിലേക്ക് പോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ സ്പൈഡർമാൻ ഇപ്പോൾ നിക് ഫ്യൂരിയുടെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നിക് ഫ്യൂരിയുടെ ഷീൽഡ് എന്ന സംഘടനയിലായതുകൊണ്ട് തന്നെ സ്പൈഡർമാന് നല്ല ട്രെയിനിങ് ഒക്കെ ലഭിക്കുന്നുമുണ്ട്. മാത്രമല്ല സ്പൈഡർമാന് സ്വന്തമായ ഒരു ടീം തന്നെ ഇപ്പോൾ ഉണ്ട്. പവർമാൻ, അയൺ ഫിസ്റ്റ്, നോവ, വൈറ്റ് ടൈഗർ എന്നിവരാണ് ആ ടീമിലുള്ളത്. അങ്ങനെ ഇപ്പം അടുത്ത് വന്ന സ്പൈഡർമാൻ കുറച്ചു നേരം റെസ്റ്റ് എടുക്കുവാനായി തൻ്റെ ഫ്രണ്ട്സ് അഥവാ ടീംമേറ്റ്സ് ഇരിക്കുന്ന ആ റൂമിലേക്ക് ചെന്നതും തൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ വേറൊരാളും കൂടി അവിടെ നിൽക്കുന്നത് സ്പൈഡർമാൻ കാണുകയാണ്. ആ ഒരാൾ മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം മാർവൽ ജീസസ് ആയ ഡെഡ്പൂളാണ്. ഇപ്പോൾ ഡെഡ്പൂൾ അവിടെ നിന്ന് ഓരോരോ തമാശകളും കഥകളും പറഞ്ഞ് സ്പൈഡർമാൻ്റെ ഫ്രണ്ട്സിനെ എല്ലാം ഭയങ്കരമായി ചിരിപ്പിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ അവിടെ ചിരിച്ച് കളിച്ച് നിൽക്കുന്ന ഡെഡ്പൂൾ ഇപ്പോൾ റൂമിലേക്ക് കയറി വന്ന സ്പൈഡർമാനെ കണ്ടതും അപ്പോൾ തന്നെ ഡെഡ്പൂൾ സ്പൈഡർമാൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് നിന്നെ കണ്ടതിൽ തനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറഞ്ഞ് സ്പൈഡർമാനോട് സംസാരിച്ചിട്ട് സ്പൈഡർമാനെ പറ്റി തന്നെ ഓരോന്ന് പറഞ്ഞ് സ്പൈഡർമാനെ തന്നെ കളിയാക്കിയാണ്. അതൊക്കെ കേട്ട് ബാക്കിയുള്ളവർ പൊട്ടിച്ചിരിക്കുന്നു. പക്ഷെ സ്പൈഡർമാൻ അതൊന്നും വലുതായി ഇഷ്ടപ്പെടുന്നില്ല. മാത്രമല്ല ഇപ്പോൾ ഡെഡ്പൂൾ അവിടെയുള്ള കമ്പ്യൂട്ടറിൽ നിന്നും തനിക്ക് ആവശ്യമുള്ള എന്തോ ഡേറ്റ എടുക്കുവാനായി കമ്പ്യൂട്ടറിൻ്റെ അടുത്തേക്ക് പോയത് കണ്ടതും അപ്പോൾ തന്നെ സ്പൈഡർമാൻ തൻ്റെ ഫ്രണ്ട്സിനോട് ഈ ഡെഡ്പൂൾ എങ്ങനെയാണ് ഇവിടെ വന്നതെന്നും ഇവൻ എന്താണ് ഇവിടെ കാര്യമെന്ന് ചോദിച്ചതും ഡെഡ്പൂൾ എന്തോ ഒരു കാര്യം നോക്കുവാനായി ഇവിടെ വന്നതാണെന്നും മാത്രമല്ല ഈ ഡെഡ്പൂൾ നീ വരുന്നതിന് മുമ്പ് നേരത്തെ ഞങ്ങളുടെ കൂടെ ഷീൽഡിൽ ട്രെയിനിങ്ങിന് ഉണ്ടായിരുന്ന ആളായിരുന്നുവെന്നും പക്ഷേ ഇപ്പോൾ ഡെഡ്പൂൾ ഫ്രീലാൻസ് സൂപ്പർ ഹീറോയാണെന്നും ഇവിടെയുള്ള എല്ലാവർക്കും ഡെഡ്പൂളിനെ ഭയങ്കര ഇഷ്ടമാണെന്നും നോവയും ബാക്കിയുള്ളവരും സ്പൈഡർമാനോട് പറയുകയാണ്. ഇപ്പോൾ ഇവിടെയുള്ള എല്ലാവർക്കും ഡെഡ്പൂളിനെ ഇഷ്ടമാണെന്ന് നോവയും ബാക്കിയുള്ളവരും തന്നോട് പറഞ്ഞത് കേട്ടതും അപ്പോൾ തന്നെ സ്പൈഡർമാൻ നിക് ഫ്യൂരിക്കും ഡെഡ്പൂളിനെ ഇഷ്ടമാണോ എന്ന് അവരോട് ചോദിച്ചതും അപ്പോൾ തന്നെ ഡെഡ്പൂൾ ചാടിക്കേറി വന്ന് സ്പൈഡർമാനോട് നിക് ഫ്യൂരിക്ക് തന്നോട് ഭയങ്കര ഇഷ്ടമാണെന്നും ഒരു ദിവസം അദ്ദേഹത്തിന് എന്നോടുള്ള ഇഷ്ടം മൂത്തിട്ട് എന്നെ മകനായി ദത്തെടുത്തുവെന്നും അതിൻ്റെ പേപ്പറൊക്കെ തൻ്റെ കയ്യിലുണ്ടെന്നും ഡെഡ്പൂൾ സ്പൈഡർമാനോട് പറയുകയാണ്. മാത്രമല്ല എപ്പോഴും തന്നോട് ഷീൽഡിലേക്ക് വന്ന് തന്നെ സഹായിക്കണമെന്ന് നിക് ഫ്യൂരി പറയാറുണ്ടെന്നും പക്ഷെ സമയം കിട്ടാത്തതുകൊണ്ടാണ് തനിക്ക് വരാൻ പറ്റാത്തതെന്നും എങ്ങാനും താൻ ഇവിടെ വന്നാൽ അപ്പോൾ തന്നെ ഒരു വലിയ ബിയർ കുപ്പിയുമായി നിക് ഫ്യൂരി തൻ്റെ അടുത്തേക്ക് വരുമെന്നും പിന്നെ ഇവിടെ ഒരു ആഘോഷ രാവായിരിക്കുമെന്നും ഡെഡ്പൂൾ സ്പൈഡർമാനോട് പറയുകയാണ്. ഇപ്പോൾ അതൊക്കെ കേട്ടതും ഒട്ടും സമയമില്ലാത്ത താങ്കൾ ഇപ്പോൾ എന്തിനാണ് ഇങ്ങോട്ട് കെട്ടിയെടുത്തതെന്ന് ഡെഡ്പൂളിനോട് സ്പൈഡർമാൻ ചോദിച്ചതും അത് പിന്നെ ഷീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെയും സൂപ്പർ ഹീറോസായ നിന്റെയും എൻ്റെയും ശരിക്കുമുള്ള വിവരങ്ങൾ അടങ്ങിയ ഒരു പെൻഡ്രൈവ് പോലത്തെ ഒരു സാധനം ഒരു ഏജന്റ് ഇവിടെ നിന്ന് അടിച്ചു മാറ്റിയെന്നും അപ്പോൾ ആ ഏജന്റിന്റെ ലൊക്കേഷൻ കണ്ടെത്താനാണ് താൻ വന്നതെന്നും തനിക്കിപ്പോൾ ആ ലൊക്കേഷൻ കിട്ടിയെന്നും അതുകൊണ്ട് താൻ പോകുവാണെന്നും പറഞ്ഞ് ഡെഡ്പൂൾ അവിടുന്ന് പോകാൻ തുടങ്ങിയാണ്. ഇപ്പോൾ ഡെഡ്പൂളിനെ സഹായിക്കുവാൻ ഡെഡ്പൂളിൻ്റെ കൂടെ അസിസ്റ്റൻ്റായി താനും വന്നോട്ടെ എന്ന് സ്പൈഡർമാൻ ഡെഡ്പൂളിനോട് ചോദിച്ചതും അപ്പോൾ തന്നെ ഡെഡ്പൂൾ തൻ്റെ 2 കൈ നീട്ടി സ്പൈഡർമാനെ സ്വീകരിക്കുകയാണ്. ശരിക്കും സ്പൈഡർമാൻ ഇപ്പോൾ ഡെഡ്പൂളിൻ്റെ കൂടെ പോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഷീൽഡിൻ്റെ ട്രെയിനിങ്ങിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടിയാണ്. അങ്ങനെ ഇപ്പോൾ സ്പൈഡർമാനെയും കൂട്ടിക്കൊണ്ട് ഡെഡ്പൂൾ അവിടുന്ന് തൻ്റെ സ്വന്തം ജെറ്റിൽ കയറി അവിടുന്ന് പോവുകയാണ്. ഇപ്പോൾ അവർ രണ്ടുപേരും അവിടുന്ന് പോയതും അപ്പോൾ തന്നെ ഒരു വലിയ തോക്കുമായി നമ്മുടെ നിക് ഫ്യൂരി അവിടെ വന്നിട്ട് ആ കള്ളത്തിൻ്റെ ഡെഡ്പൂൾ ഇവിടെ വന്ന് എന്തെങ്കിലും സാധനം എടുത്തുകൊണ്ട് പോയോ എന്ന് സ്പൈഡർമാൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചതും സ്പൈഡർമാൻ്റെ കൂട്ടുകാരെല്ലാം ഞെട്ടിപ്പോവുകയാണ്. ഇതേ സമയം ഡെഡ്പൂളിൻ്റെ കൂടെ ജെറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന സ്പൈഡർമാനെയാണ് ഇനി കാണിക്കുന്നത്. ഇപ്പോൾ സ്പൈഡർമാൻ നിനക്ക് എവിടെ നിന്നാണ് ഇത്രയും വില കൂടിയ ജെറ്റ് കിട്ടിയെന്ന് ഡെഡ്പൂളിനോട് ചോദിച്ചതും ഇത് തൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് അയൺമാൻ തനിക്ക് ഗിഫ്റ്റായി തന്നതാണെന്ന് ഡെഡ്പൂൾ പറയുകയാണ്. അത് കേട്ടതും അയൺമാൻ ആർക്കും ഒന്നും ഫ്രീ ആയി കൊടുക്കില്ല എന്നാണ് താൻ കേട്ടിട്ടുള്ളതെന്ന് സ്പൈഡർമാൻ പറഞ്ഞതും ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആണെന്നും എടാപ്പോട ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളതെന്നും ഡെഡ്പൂൾ സ്പൈഡർമാനോട് പറയുകയാണ്. ശരിക്കും ഡെഡ്പൂളിന് അയൺമാൻ ഫ്രീ ആയിട്ടോ ഗിഫ്റ്റ് ആയിട്ടോ കൊടുത്തതല്ല ആ ജെറ്റ്. പകരം ഡെഡ്പൂൾ അത് ഫ്രീ ആയിട്ട് അയൺമാൻ്റെ അടുത്ത് നിന്നും എടുത്തതാണ്. എന്ന് വെച്ചാൽ അയൺമാൻ അറിയാതെ പുള്ളിക്കാരൻ്റെ ആ ജെറ്റ് ഡെഡ്പൂൾ അടിച്ചു മാറ്റി.